ഉടനെങ്ങും സമാധാനമുണ്ടാകുമെന്നുള്ള ഒരു സൂചന പോലും നൽകുന്നില്ല. പ്രത്യാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലടക്കം ഉണ്ടാകുന്നു തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. കുവൈത്തിൽ മിസൈൽ പതിച്ച് പെൺകുട്ടി മരിച്ചെന്നാണ് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ജനവാസ മേഖലയിൽ ഇന്നലെയാണ് മിസൈൽ പതിച്ചത്. ദുബായിലും ഡ്രോൺ ആക്രമണമുണ്ടായി. അൽ സീഫിലെ US കോൺസുലേറ്റിനടുത്താണ് ഡ്രോൺ പതിച്ചത്. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. തീപിടുത്തം നിയന്ത്രണ വിധേയമെന്ന് ദുബായ് മീഡിയ ഓഫീസും അറിയിക്കുന്നു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, വലിയ ആക്രമണം ഇരു രാജ്യങ്ങളും തുറന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലടക്കം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട്. നേരത്തെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇറാൻ ആക്രമിച്ചതെങ്കിൽ അതൊക്കെ മാറിക്കൊണ്ട് ജനവാസ മേഖലയടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് വലിയ തരത്തിലൊരു ഭീതി പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ എവിടെയൊക്കെയാണ് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെ വിവരങ്ങൾ നൽകാനുണ്ട് നാസർ? ജിൽസി, താരതമ്യേന കുറഞ്ഞ ആക്രമണങ്ങൾ മാത്രമാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്നത്. ആ ആക്രമണങ്ങളൊക്കെയും പ്രതിരോധിക്കുന്നതിൽ പൂർണ്ണ വിജയം നേടിയതായി അതാത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഡ്രോണുകളും മിസൈലുകളൊക്കെ ഉപയോഗിച്ചെങ്കിൽ പോലും അത് രാജ്യത്തെത്തുന്നതിന് മുമ്പ് തന്നെ പലതും നിർവീര്യമാക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്നാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുവൈത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം മിസൈൽ പ്രതിരോധിക്കുന്നതിന് അതിന്റെ ചീളുകൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുകളിൽ പതിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ പെൺകുട്ടി മരിച്ചതായിട്ടാണ് ഇപ്പോൾ അല്പം മുമ്പ് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണ സംഭവത്തിൽ ഈ മേഖലയിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള ഒരു പെൺകുട്ടി, ഒരു കുട്ടി കൂടിയാണ് കുവൈത്തിൽ നിന്ന് ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം പിന്നെ എവിടെയെങ്കിലും കൂടുതൽ പരിക്കേറ്റതായോ ഏതെങ്കിലും ആളപായങ്ങൾ സംഭവിച്ചതായിട്ടോ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് പ്രത്യേക റിപ്പോർട്ടുകളൊന്നും തന്നെ എവിടെയും ലഭിച്ചിട്ടില്ല. അതേസമയമാണ് ദുബൈയിലെ US കോൺസുലേറ്റിന്റെ സമീപത്ത് ഒരു ഡ്രോൺ പൊട്ടിത്തെറിക്കുകയും അതേ തുടർന്ന് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ വളരെ പൊടുന്നനെ തന്നെ അഗ്നിശമന സേനാ യൂണിറ്റുകൾ കുതിച്ചെത്തുകയും ഈ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് ദുബൈ മീഡിയ ഓഫീസ് അതിന്റെ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും പരിക്കേൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്നുകൂടി ദുബൈ മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ മേഖലയിൽ ഒരു കപ്പലിന് കൂടി ആക്രമണം നടന്നതായിട്ട് അല്പം മുമ്പ് ബ്രിട്ടീഷ് സമുദ്ര നിരീക്ഷണ കേന്ദ്രം അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. അതിലെ കപ്പലിലെ ജീവനക്കാരൊക്കെയും സുരക്ഷിതരാണ്. കപ്പലിന് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. ജൽസി, നാസറിനകത്ത് നമുക്കറിയാം അവിടെ ഹിസ്ബുല്ലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലബനനിൽ ഒരു കരയാക്രമണത്തിന് കൂടെ അവിടെ ഇസ്രായേൽ നേതൃത്വം നൽകുന്നു ഈ അവസരത്തിൽ എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് ഒരിടത്ത് ഇറാനിലേക്ക് വലിയ തരത്തിലുള്ള ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും, അതായത് സാധാരണക്കാരായ ആളുകളെ കൊന്നൊടുക്കുന്നതും അടക്കമുള്ള നടപടികൾ വെക്കുമ്പോൾ ഹിസ്ബുല്ലയ്ക്കെതിരെ കൂടി സമാനമായ രീതിയിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു ആക്രമണം തുടരുമ്പോൾ എന്താണ് ഇസ്രായേൽ അടക്കം ലക്ഷ്യമിടുന്നത്? ജൽസിത്തിൽ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഇസ്രായേൽ അതിൻ്റെ ഭൂമി വികസിപ്പിക്കാനും അതോടൊപ്പം തന്നെ ലെബനാന്റെ ഭൂമി ഈ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം പ്രയോജനപ്പെടുത്തി കവർന്നെടുക്കാനുമുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് ഇസ്രായേൽ തുടരുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ, ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ കൃത്യമായിട്ടുള്ള ഒരു കരാറുണ്ടാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ലെബനാൻ സർക്കാരിന് കൂടുതൽ അധികാരങ്ങൾ കൈമാറുന്ന ഒരു സാഹചര്യവും ഹിസ്ബുല്ലയുടെ സൈനികമായിട്ടുള്ള പങ്കാളിത്തത്തെ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയും ഭാവിയിൽ ഹിസ്ബുല്ലയെ നിരായുധീകരിക്കുന്നതോട് ഉൾപ്പെടെയുള്ള ചർച്ചകളും അമേരിക്കയുടെ സാന്നിധ്യത്തിൽ നടന്നിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെയും നിർണിതമായിട്ടുള്ള അതിർത്തിയിൽ ഇസ്രായേൽ സേന നിലയുറപ്പിക്കണം, അതിനപ്പുറത്തേക്ക് ഇസ്രായേൽ സേന നീങ്ങരുത് എന്ന കൃത്യമായിട്ട് ആ കരാറിലുണ്ടായിരുന്നു. പക്ഷേ ഈ കരാറൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ, അതായത് ഗസക്ക് മേൽ രൂപപ്പെടുത്തിയിരിക്കുന്ന അതേ കരാറിന്റെ സ്വഭാവത്തിൽ നിരന്തരമായിട്ടുള്ള കടന്നാക്രമണം നടത്തുക, ആ പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കുക, അവിടെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുക എന്ന ഇതുവരെയുള്ള അതേ നിലപാട് തന്നെയാണ് ഇസ്രായേൽ ലബനാന്റെ കാര്യത്തിലും പിന്തുടർന്നു വന്നത്. നമുക്കറിയാൻ സാധിക്കും, രാഷ്ട്രീയമായിട്ടും സൈനികമായിട്ടും ഒക്കെ വളരെ അസ്ഥിരത വേട്ടയാടുന്ന ഒരു പ്രദേശം കൂടിയാണ് ലബനാൻ. നീണ്ട പതിറ്റാണ്ടുകളായി തന്നെ ആഭ്യന്തര ശൈഥില്യം ഒരു ഭാഗത്ത്, നിരന്തരമായിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം മറുഭാഗത്ത്, അതിനെ പ്രതിരോധിക്കാൻ ഹിസ്ബുല്ല നടത്തുന്ന നീക്കങ്ങൾ മറ്റൊരു ഭാഗത്ത്, അങ്ങനെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം
രൂപപ്പെടുത്തിയ ആ കരാർ വലിയ തോതിൽ തന്നെ ഒരു സമാധാനമൊക്കെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ UN-ന്റെ സമാധാന സേനയും മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നലെ പൊടുന്നനെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ രണ്ടുപേരും ചേർന്നാണ് പൊടുന്നനെ ഈ കരസേനയെ ലബനാനിലേക്ക് അയക്കാനുള്ള തീരുമാനമുണ്ടായത്. ആ കരസേന ലബനാനിൽ ആ അതിർത്തി പ്രദേശത്തെ കൂടുതൽ ഭാഗങ്ങളിലേക്ക്